ഹലോ, ഗുഡ് ഈവനിങ്. കേരളത്തിൽ ഇന്നലെ 10-8 വോട്ടർമാരും പോളിംഗ് ബൂത്തിലെത്തി. അതായത് 10-ൽ 2 പേർ മാത്രമാണ് ഇന്നലെ പോളിംഗ് ബൂത്തിൽ എത്താഞ്ഞത്. ഓരോ തവണയും ഇത്രയധികം പോളിംഗ് വർദ്ധിച്ച ഘട്ടങ്ങളിൽ കേരളത്തിന് ഓരോ കാരണങ്ങളാണ്. 30 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് 77% കേരളം പിന്തുണയ്ക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇത്രയും അധികം പോളിംഗ് പെർസെന്റേജ് വർദ്ധിക്കാനുള്ള കാരണമായത് എന്ന് അന്വേഷിക്കുകയാണ് എൻകൗണ്ടർ. ഹൈ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കോൺഗ്രസ് ഗുണം ചെയ്യുന്നത്. അത് സ്വാഭാവികമായിട്ട്, കാരണം മഴയും വെയിലും ഒക്കെ ഉള്ളപ്പോൾ ടേൺ ഔട്ട് ചുരുങ്ങുമ്പോൾ ശരിക്കും ഐഡിയോളജിക്കലി മോട്ടിവേറ്റഡ് പാർട്ടീസിൻ്റെ ആൾക്കാർ മാത്രമേ പോകുള്ളൂ. സാധാരണ ഒരു നോർമൽ വ്യക്തികൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവർ, അവർക്ക് ഈ 3 മണിക്കൂർ ലൈനിൽ നിൽക്കാനോ മഴ കൊള്ളാനോ അങ്ങനെ അവർക്ക് എത്ര വലിയൊരു പാഷൻ തോന്നില്ല, മറ്റേവർക്കാണ് തോന്നുക. അപ്പോൾ സാധാരണ ഹൈ ടേൺ ഔട്ട് പറഞ്ഞാൽ എപ്പോഴും കോൺഗ്രസ് ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാം. അതും സംഭവിച്ചു. ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വലിയ വെല്ലുവിളി ഉയർത്തുന്ന RSS BJPയുടെ ഭരണത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിക്കാൻ കാരണം. കനത്ത പോളിംഗ് ഞങ്ങൾക്ക് വലിയ ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ്. കാരണം പത്തനംതിട്ട ഒരു ചരിത്ര മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. 3 പതിറ്റാണ്ടിനിടെ ഇത്രമേൽ ആവേശത്തോടെ കേരളം ലോക്സഭാ തിരഞ്ഞെടുപ്പിനായി ബൂത്തിലെത്തിയിട്ടില്ല. അഥവാ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുൻപ് 2 തവണ മാത്രമേ 77% പോളിംഗ് കടന്നിട്ടുള്ളൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യം ചിന്തിച്ച വഴിയിൽ നിന്ന് മാറി കേരളം വേറിട്ട് നിന്ന 1977-ൽ അന്ന് 79.20% കേരളത്തിന്റെ പോളിംഗ്. അന്ന് 20-ൽ 20 ജനാധിപത്യ മുന്നണി തൂത്തുവാരി. പിന്നീട് 1989-ൽ രാജീവ് ഗാന്ധിയുടെ 2ാം വരവിന് രാജ്യം പ്രതിരോധം തീർത്ത കാലത്ത് 79.30% വോട്ടർമാർ ബൂത്തിലെത്തി. അന്ന് 20-ൽ 17 നേടി ഐക്യജനാധിപത്യ മുന്നണി. ഇരു കാലങ്ങളിലും നമുക്ക് കാരണങ്ങളുണ്ടായിരുന്നു ബൂത്തിലേക്ക് ഒഴുകിയെത്താൻ. ഇത്തവണ കേരളത്തിന്റെ ലോക്സഭാ ചരിത്രത്തിലെ 3ാമത്തെ ഉയർന്ന പോളിംഗിനു പിന്നിൽ ഒരു തരംഗത്തെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതല്ല, ഒന്നിലധികം തരംഗങ്ങളെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്നുണ്ടോ? 77.68% വോട്ടർമാരെ ബൂത്തിലേക്ക് എത്തിച്ച ആ വലിയ കാരണം അഥവാ ആ വലിയ കാരണങ്ങൾ എന്തായിരിക്കും എന്നാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. ബൂത്ത് നിറഞ്ഞൊഴുകിയത് എങ്ങനെ? നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ കോൺഗ്രസിൽ നിന്ന് A. ഷുക്കൂർ, CPM-ൽ നിന്ന് M. നൌഷാദ് MLA, BJP വക്താവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, കോട്ടയത്തെ NDA സ്ഥാനാർത്ഥി PC തോമസ് എന്നിവർ തത്സമയം ചേരുന്നു. ഞാൻ ആദ്യം അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനിലേക്ക് പോകട്ടെ. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് ശശി തരൂർ വ്യാഖ്യാനിച്ചത് UDF-ന് അനുകൂലമാകുമെന്ന പരമ്പരാഗതമായ പോളിംഗ് പെർസെൻറ്റേജും UDF-ന് അനുകൂലമായി റിസൾട്ട് വന്നതിനെയും വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. നിലവിൽ പോളിംഗ് പെർസെൻറ്റേജ് 77% കടന്നപ്പോഴെല്ലാം അത് UDF-ന് അനുകൂലമായിരുന്നു. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 77-ൽ 20 സീറ്റും UDF-ന് അനുകൂലം, 89-ൽ 17 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി കൊണ്ടുപോയി. ഇത്തവണയും ചരിത്രം ആവർത്തിച്ചാൽ ഐക്യജനാധിപത്യ മുന്നണി 15ഓളം സീറ്റുകൾ നേടാനുള്ള സാധ്യത ഒരുങ്ങിയെന്നാണോ മനസ്സിലാക്കേണ്ടത്? അരുൺ, കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ 2 പ്രാവശ്യം വർദ്ധിത തോതിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി എന്ന് താങ്കൾ വിലയിരുത്തുന്ന കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് കേരള രാഷ്ട്രീയം വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അന്ന് 2 മുന്നണികൾ തമ്മിലുള്ള പ്രകടമായ മത്സരമായിരുന്നു. ആ മുന്നണികൾ തമ്മിലുള്ള പ്രകടമായ മത്സരത്തിൽ BJP ഒരു അപ്രധാനമായിട്ടുള്ള ഒരു സംഘടനയോ അപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദൗത്യമോ ആണ് അന്നെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ അതേ സമയത്ത് ഇന്നത്തെ സ്ഥിതി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അജണ്ടയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിക്കൊണ്ടുവന്ന രാഷ്ട്രീയ ഇക്വേഷൻ അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇടതുപക്ഷം പറഞ്ഞതും മോദിയെ തോൽപ്പിക്കണമെന്നാണ്, വലതുപക്ഷം പറഞ്ഞതും മോദിയെ തോൽപ്പിക്കണമെന്നാണ്. ഇടതുപക്ഷം ശബരിമല എന്ന വിഷയം ചർച്ച ചെയ്യരുത് എന്ന് കമ്മീഷനെ കൊണ്ടുവരെ പറയിപ്പിച്ചു. വലതുപക്ഷം ശബരിമല വിശ്വാസികളുടെ കൂടെയാണ്, പക്ഷേ ചർച്ചയാകരുത് എന്ന് അവരും ആഗ്രഹിച്ചു. പക്ഷേ
ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് അവസാനം വരെ ചർച്ച ചെയ്യപ്പെട്ടത് ശബരിമലയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 2016 2014 മോദി എന്ന ഒരു മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിയിരുന്നു, നരേന്ദ്രമോദി. പക്ഷെ അന്ന് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി മാത്രമാണ്. ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ടും നരേന്ദ്രമോദി വരാൻ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യണം, വികസനം, ഗുജറാത്ത് വികസനത്തെയാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടിയത്. സ്വാഭാവികമായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൽ ഒ രാജഗോപാൽ 2ാം സ്ഥാനത്ത് എത്തിയതൊഴിച്ചാൽ കേരളത്തിൽ ഞങ്ങൾ വോട്ടിംഗ് പാറ്റേൺ വർദ്ധിപ്പിച്ചു. പക്ഷെ അപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവുമായിരുന്നു മത്സര രംഗത്ത്. മാത്രമല്ല അന്ന് നരേന്ദ്രമോദിക്ക് സ്വന്തമായിട്ട് BJP സ്വന്തമായിട്ട് മഹാഭൂരിപക്ഷം നേടുമെന്ന് ആരും പ്രവചിക്കപ്പെട്ടു പോലുമില്ല. പക്ഷേ ഇപ്രാവശ്യം സ്ഥിതി മാറി. ഇപ്രാവശ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഞങ്ങൾ വെച്ച ഒരു അജണ്ട, ആ അജണ്ടയിലാണ് ചർച്ച മുഴുവൻ നടന്നത്. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് PS ശ്രീധരൻപിള്ളയുടെ ഭാഷയിൽ പറഞ്ഞാൽ അതല്ലേ ശരി? ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ശ്രീധരൻപിള്ളയുടെ ഭാഷയല്ല, ഈ നാട്ടിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികളുടെയും ഭാഷ. അത് ശ്രീധരൻപിള്ള സാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. ശരി, ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ബാക്കി അതിഥികളിലേക്ക് പോകാം. ഇത്തവണ ശബരിമലയിൽ ഇങ്ങനെയൊരു വിധി വന്നില്ലായിരുന്നുവെങ്കിൽ, സെപ്റ്റംബർ 28-ാം തീയതി ഇങ്ങനെയൊരു വിധി വന്നില്ലായിരുന്നെങ്കിൽ ഇത്തവണ എന്താകുമായിരുന്നു BJPയുടെ അവസ്ഥ കേരളത്തിൽ? അല്ല, നേരെ നമുക്ക് തിരിച്ചു പറയണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം ബീഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതി എന്താവും? കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തു. ആ നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും UDFൻ്റെ അവസ്ഥ എന്നൊക്കെ നമ്മളപ്പോൾ ചിന്തിക്കേണ്ടി വരില്ലേ? ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലെ ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ് പ്രതിപക്ഷം എപ്പോഴും രാഷ്ട്രീയത്തിൽ ആയുധമാക്കാറ്. ശരി, ഇത്തവണ അങ്ങനെ ശബരിമലയായിരിക്കും ഈ ഇത്തരത്തിലുള്ള ഉയർന്ന പോളിംഗിന് പിന്നിലെ പ്രധാനപ്പെട്ട ഘടകം എന്നാണ് BJP വിശ്വസിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. ശ്രീ ഷുക്കൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ ചർച്ചയിൽ. ശ്രീ A ഷുക്കൂർ, BJPയുടെ വിശ്വാസം പോലെ തന്നെ ശബരിമലയിലുള്ളത് അല്ലെങ്കിൽ ശബരിമല വിഷയം ഈ പോളിംഗിനെ ഉയർത്താൻ സഹായിച്ചു എന്ന് തെളിയിക്കുന്ന ചില കാരണങ്ങളെങ്കിലുമുണ്ട്, ചില കണക്കുകളെങ്കിലുമുണ്ട്. അത് പത്തനംതിട്ടയിലെ ഉയർന്ന പോളിംഗ് ആണ്. ഇത്തവണ വോട്ടിംഗ് ഒന്ന് കൃത്യമായി നിരീക്ഷിച്ചാൽ വർധനവ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് പത്തനംതിട്ടയിലാണ്, 8%. അതിൽ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തിരിക്കുന്നതും പത്തനംതിട്ടയിലാണ്. സ്വാഭാവികമായും നാമജപ പ്രതിഷേധത്തിനെത്തിയവരിൽ കൂടുതലും സ്ത്രീകളാണ് എന്ന് മനസ്സിലാക്കിയാൽ, സ്ത്രീകളെ വെച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ശക്തമായി മുന്നോട്ട് BJP കൊണ്ടുപോയത് എന്ന് നിരീക്ഷിച്ചാൽ പത്തനംതിട്ടയിലെ ഉയർന്ന പോളിംഗ് ശതമാനമെങ്കിലും ചുരുക്കത്തിൽ നമ്മളോട് പറയുന്നത് ശബരിമല ഇത്തവണ പ്രധാന വിഷയമായിരുന്നു. അതിന്റെ ആനുകൂല്യം NDAക്ക് ലഭിക്കുന്ന സൂചനകളാണ് ഒരുപക്ഷെ ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമെങ്കിലും. ശ്രീ ഷുക്കൂർ. തീർച്ചയായും ശബരിമല ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘടകമാണ്, ഒരു സംശയവുമില്ല. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് ആര് സ്വീകരിക്കുന്നുവോ ആ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ആ നിലപാടിനോട് യോജിക്കുന്ന ഒരവസ്ഥ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അത് ഒരു ഘടകമായി നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ നിഷേധിക്കുന്നില്ല. ഇവിടെ 2 ഭരണ സംവിധാനങ്ങൾ, കേന്ദ്രം ഭരിക്കുന്നവരെയും കേരളം ഭരിക്കുന്നവരെയും വിശ്വാസ സമൂഹം വിശ്വാസത്തിലെടുക്കാതെ വന്നിരിക്കുന്ന സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചതോടുകൂടി ബോധ്യപ്പെടുകയാണ്. കാരണം നരേന്ദ്രമോദി സർക്കാരിന് ഇത് ഒരു പുതിയ നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ വിധിയെ മറികടക്കാനാകുമായിരുന്നു. പക്ഷേ ആ വിധിയെ മറികടക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ ഒരു കലാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം കാര്യങ്ങളെ കൊണ്ടെത്തിച്ച് അതൊരു സുവർണാവസരമാക്കി എടുക്കാൻ ഉള്ള ബോധപൂർവമായ ശ്രമം BJPയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് യുവതീ പ്രവേശം ഇത്തരണത്തിൽ നടത്തി നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് അത് മുതലാക്കാമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയും വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെട്ടു. അവർക്ക്
എന്താണോ നിലപാടുകളിൽ മാറ്റമില്ലാതെ വിശ്വാസ സമൂഹത്തോടൊപ്പം നിൽക്കുന്നത് ആര് എന്നുള്ളതും വ്യക്തമായി. അത് കഴിഞ്ഞ കേരള ഗവൺമെന്റും കോൺഗ്രസ് പാർട്ടിയും UDF-ഉം എടുത്ത നിലപാടാണ് ശരി എന്നതിൻ്റെ അർത്ഥത്തിലുള്ള ഒരു വർധനവ് ഹൈന്ദവ വിശ്വാസികളുടെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം. ശ്രീ ഗോപാലകൃഷ്ണൻ അതിന് മറുപടി പറയട്ടെ. പക്ഷേ അതിനു മുൻപ് ഞാൻ ശ്രീ നൌഷാദിലേക്ക് കൂടി പോയതിനു ശേഷം തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ, ശ്രീ നൌഷാദ്, നിലവിൽ ഇതൊരു മോദി വിരുദ്ധ പിണറായി വിരുദ്ധമായിട്ടുള്ള തരംഗമാണ് കേരളത്തിലുള്ളത് എന്ന് ഷുക്കൂർ പറയുമ്പോഴും 2-3 കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്. കാരണം പത്തനംതിട്ടയിലെ മാത്രമല്ല, തിരുവനന്തപുരത്തും ഒരു പക്ഷേ വളരെ ശക്തമായ തരത്തിൽ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു വലിയ വർധനമുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 5% വർധനമുണ്ടായിട്ടുണ്ട്. ശബരിമല എന്നുള്ളൊരു വിഷയം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും മാത്രമല്ല, അങ്ങ് തൃശ്ശൂരിലും വളരെയധികം ശക്തമായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ആ പറയുന്ന ഘട്ടത്തിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ക്രോഡീകരണം നടന്നിട്ടുണ്ട് കേരളത്തിൽ എന്ന് ഉറപ്പിക്കാവുന്ന ചില കണക്കുകൾ കൂടി നമുക്കുണ്ട്. അതിത്തവണ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി UDF-ന്റെ പക്കലേക്ക് പോകുന്നതിൻ്റെ കൂടി തെളിവ് ആയിരിക്കും, അല്ലെങ്കിൽ സൂചനയാണ് ഈ ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് എന്ന് ഇടതുമുന്നണി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ? അല്ല അരുണെ, കേരളത്തിലെ വോട്ടിംഗ് ശതമാനം കൂടിയത് കേരളത്തിലെ മതേതര മനസ്സിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. രാജ്യം അപകടാവസ്ഥയിലേക്ക് പോകുന്നു, അതിൽ സംരക്ഷിക്കാൻ തങ്ങളാൽ കഴിയുന്ന ആ ആയുധം, വോട്ടെന്നുള്ള ആയുധം ഉപയോഗിക്കാനുള്ള കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായിട്ടുള്ള വർധനവ്. ഇവിടെ വളരെ കൃത്യമായി ഇപ്പോൾ പത്തനംതിട്ടയിലായാലും, നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച പത്തനംതിട്ടയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് തന്നെ നിർണായക സ്വാധീനമുള്ള ആ സ്ഥലത്ത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പ്രത്യേകത മനസ്സിലാക്കി ആ മതേതരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാടിൻ്റെ പ്രതിഫലനമാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ വർധനവ്. നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച 77-ലും 89-ലും ഇതിനു മുമ്പ് ഈ തരത്തിൽ വന്നത് 77-ലും 89-ലുമാണ്. ഈ 77-ലും 89 കാലഘട്ടം കഴിഞ്ഞ് ഈ പതിറ്റാണ്ടുകൾ ഇപ്പം നമ്മൾ പിന്നിട്ടു. ഈ 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന് നേരത്തെ മൈനോറിറ്റി മേഖലയിൽ സ്വാധീനമില്ലായിരുന്നു. മൈനോറിറ്റി ഈ ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. ആ സ്ഥിതി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെൻറ് വരണം. അതിൽ ഇടതുപക്ഷത്തിന് നിർണായകമായൊരു സ്വാധീനം ഉള്ളൊരു ഗവൺമെൻറ്റാണ് ഇനി കേന്ദ്രത്തിൽ അധികാരത്തിൽ വരേണ്ടതെന്നുള്ള ചിന്തയാണ്, അതിൻ്റെ പ്രതിഫലനമാണ് ഈ ഉയർന്ന പോളിംഗ്. ഞാൻ PC തോമസിലേക്ക് പോകുന്നതിന് മുമ്പ് നൌഷാദിനോട് ഒരു ചോദ്യം കൂടി. നൌഷാദ്, ഈ നവോത്ഥാനത്തെക്കുറിച്ചും വനിതാ മതിലിനെ കുറിച്ചും അത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിഷയമാകുമെന്നും ഒക്കെ കണക്കുകൂട്ടി ഇടതുമുന്നണി പത്തനംതിട്ടയിൽ നവോത്ഥാനം എന്ന വാക്കേ മിണ്ടിയില്ലല്ലോ. ശബരിമല എന്ന വാക്ക് വീണ ജോർജ് ഒരു ക്യാമ്പയിനിലും ഉപയോഗിച്ചില്ല. ഇത്രയധികം രാഷ്ട്രീയമായി ഇടതുമുന്നണിക്ക് ആവേശം പകർന്ന വനിതാ മതിൽ പടുക്കാൻ വേണ്ടി നിരവധി യോഗങ്ങൾ വിളിച്ചുകൂട്ടിയ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് പത്തനംതിട്ടയിലെങ്കിലും ശബരിമല എന്ന വാക്ക് മിണ്ടാതിരിക്കേണ്ടി വന്നു എന്നതും പരമാർത്ഥമല്ലേ? അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് BJP-യും കോൺഗ്രസും കാണിച്ചതിലുള്ള അവരെടുത്ത നിലപാടുകൾ തികച്ചും പരിഹാസ്യമായ നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇവിടെ നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആദ്യം മുഴുവൻ പേരും സ്വാഗതം ചെയ്തു. BJP-യും RSS ജന്മഭൂമി പത്രം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തത് ചരിത്രപ്രധാനമായ വിധി എന്നാണ്. ആ വിധി വന്നതിന് ശേഷം ഈ സമരരംഗത്തേക്ക് BJP വരുമ്പോൾ അവർക്കൊരു ഓർഡിനൻസ് വഴി ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. എവിടെ ഈ നാട്ടിൽ കലാപമുണ്ടാക്കാനും ജനങ്ങളുടെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നതെന്നുള്ള ഈ കേരളത്തിലെ മതേതര മനസ്സ് അത് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് രാഹുൽ ഗാന്ധി ഇത് ചരിത്രപ്രധാനമായ വിധിയാണ്, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ടയിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം കൂടി, പത്തനംതിട്ടയിലെ ഉയർന്ന ഈ പോളിംഗ് പെർസെന്റേജിനെ എങ്ങനെയാണ് നൌഷാദ് വ്യാഖ്യാനിക്കുക? പത്തനംതിട്ടയിലെ അല്ല, ഈ കേരളമാകെ തന്നെയുള്ള ഉയർന്ന പോളിംഗ്
മതേതരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള ക്രോഡീകരണം തന്നെയാണ്. തീർച്ചയായും അത് പിന്നെ മതേതര ശക്തികൾക്ക് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് അത് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. PC തോമസ്, അങ്ങനെയാണ് ഇടതുമുന്നണിയും കരുതുന്നത്. നിലവിൽ അങ്ങും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണനും ഒരു മുന്നണി പ്രതിനിധാനം ചെയ്യുന്നത് കൊണ്ട് കുറച്ച് സമയം മാത്രമേ എനിക്ക് നിങ്ങളിലേക്ക് വരാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ശബരിമല ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുന്നുണ്ട് എന്നുള്ളതിന്റെ ചില സൂചനകൾ തുടക്കത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു നേതാവ് കൂടിയാണല്ലോ താങ്കൾ. ഇത്തവണത്തെ ഉയരുന്ന പോളിംഗ് പെർസെൻറ്റേജ് ശബരിമല എന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എന്ന് നമ്മളോട് പറയുകയാണോ, അതല്ല രാഹുൽ ഗാന്ധി വരുന്ന ഒരു ഘട്ടത്തിൽ ഉണ്ടായ UDF-ലേക്കുള്ള ഒഴുക്കായി ഇത് മാറുന്നു എന്ന UDF-ന്റെ നിലപാടിനെ സാധൂകരിക്കുന്നതാണോ? ഇപ്പോൾ നൌഷാദ് പറഞ്ഞു വെച്ചതുപോലെ മൈനോറിറ്റി വോട്ടുകൾ പൂർണ്ണമായും ഇടതുപക്ഷത്തേക്ക് ഒരു മതേതര മുന്നണിയിലേക്ക് മാറുന്നു എന്നതിൻ്റെ സൂചനയാണോ? മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന വ്യക്തമായിട്ട് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം തന്നെയാണ്. ആർട്ടിക്കിൾ 24 പ്രകാരം ഉള്ള ആ സ്വാതന്ത്ര്യം അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കുക എന്നുള്ളത് ഏത് മതവിശ്വാസിയുടെയും ഒരു താല്പര്യം തന്നെയാണ്. അത് വളരെ പ്രകടമായിട്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. പോളിംഗിലും അത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോളിംഗിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം അതുതന്നെയാണ്. എല്ലാം അതാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിൽ മതസ്വാതന്ത്ര്യത്തിന് അതിന് ഹാനികരമായി പ്രവർത്തിച്ച, അതിന് ബലമായിട്ട് ഒരു സ്ത്രീയെ അവിടെ കയറ്റാനായിട്ടുള്ള ശ്രമം നടത്തി അതിന് പ്രൊട്ടക്ഷൻ കൊടുത്ത് അതാരാണ് ആദ്യം അവിടെ കയറിയത് എന്ന് ഒരു ഒരു പരീക്ഷയിലെ ചോദ്യം പോലും ആക്കിയെടുത്ത് പ്രാധാന്യം കൊടുത്ത ആളുകൾക്കെതിരായിട്ട് ചിന്തിക്കുന്ന ജനങ്ങൾ ഇവിടെയുണ്ട്. അതാണ് വ്യക്തമാക്കപ്പെടുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ശരിയാണ്, ഇവിടെ മൈനോറിറ്റീസ് ഇടതുപക്ഷത്തോട് അടുക്കുന്നു എന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. തന്നെയല്ല, ഇടതുപക്ഷത്തിനും കൂടി സ്വാധീനമുള്ള ഒരു ഭരണം ഉണ്ടാകാനാണ് എങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധിയെ അവർ ഇടതുപക്ഷം എതിർക്കുകയായിരുന്നോ അതോ സപ്പോർട്ട് ചെയ്യുകയായിരുന്നോ എന്നുകൂടി പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ വെച്ച് വ്യക്തമാകുന്നത് ഇതിനകത്ത് ഒരു വിധത്തിലുള്ള രാഷ്ട്രീയ സ്ഥിരതയും കാട്ടാത്ത ആളുകളെ, മുന്നണികളെ, അവരുടെ രീതികളെ ജനം ചെറുക്കും. അതിൻ്റെ ഒരു വളരെ ഉദാത്തമായ ഉദാഹരണം ഇവിടെ മറ്റ് പല കാരണങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചതിലുണ്ട്. അങ്ങനെയാണ് വരുന്നതെങ്കിലും ഈ മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കരുത് എന്നതായിരിക്കുമോ ഈ പോളിംഗിന്റെ ഈ ഉയർന്ന പെർസെൻറ്റേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക ഘടകമായി ഈ വോട്ടർമാരുടെ മനസ്സിലുണ്ടായി തീർന്നിട്ടുണ്ടാവുക? അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ദക്ഷിണ കേരളത്തിലെങ്കിലും വോട്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇതിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് അപകടകരമാണ്. നേരത്തെ നമ്മൾ ചോദിച്ചിട്ടും ഇനിയും ഇടതുമുന്നണിക്ക് പിടികിട്ടാത്ത ഈ പത്തനംതിട്ടയിലെ ഉയർന്ന പോളിംഗ് അത് ഇപ്പോഴെങ്കിലും നിരാശപ്പെടുത്തുന്നുണ്ടോ ഇടതുമുന്നണിയെ? അത് വേണ്ടായിരുന്നു ധൃതി പിടിച്ച് ഈ മനീതി സംഘത്തെ കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ പോകുന്ന ഘട്ടത്തിൽ പോലും അത് വേണ്ടായിരുന്നു എന്ന തോന്നൽ ഇടതുമുന്നണിക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അത് അരുണ പോലുള്ളവർ ഇങ്ങനെ വ്യാഖ്യാനിക്കരുത്. ഇടതുമുന്നണിക്ക് തീർച്ചയായും ഇവിടെ വിശ്വാസികൾക്ക് എതിരല്ല ഇടതുമുന്നണി. അത് യഥാർത്ഥ വിശ്വാസികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ശ്രീ ആർട്ടിക്കിൾ 24 കാര്യം ശ്രീ തോമസ് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള 25 ആയിക്കോട്ടെ, അതിന്റെ തർക്കം പോണ്ട. ഞാൻ പറഞ്ഞത് തീർച്ചയായും ഇവിടെ അതിന്റെ ലംഘനം ആര് നടത്തി? ഇവിടെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ആ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് വന്നിട്ട് അതിന്മേൽ അപ്പീൽ പോയപ്പോൾ അതിനെതിരെ ഒരു അക്ഷരം പോലും പറയാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധി, കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഹാജരായ ആൾ അതിനെ എതിർത്തിട്ടേയില്ല. കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടേയില്ല. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം അതിനെതിരായ നിലപാട് സ്വീകരിച്ചിട്ടേയില്ല. പിന്നെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ള ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്.
ഇടതുമുന്നണിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ആളിനെ കയറ്റുന്നതിന് 2 പേരല്ല 2000 അല്ല 2 ലക്ഷം പേരെ കയറ്റുന്നതിനും ഒരു തടസ്സവുമില്ല. വളരെ പെട്ടെന്ന് എനിക്ക് ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ മറുപടി കൂടി ഈ ഘട്ടത്തിൽ വേണം. നമുക്ക് ശബരിമലയിൽ മാത്രമായി ഈ ചർച്ചയിൽ നിൽക്കാൻ കഴിയില്ല. മറ്റു 2 വിഷയങ്ങൾ കൂടി നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ടതുണ്ട്, നിർണായകമാകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ എന്ന് കരുതുന്നവ. രാഹുൽ ഫാക്ടറും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ഒരു മറുപടി ശ്രീ നൌഷാദിന് കൊടുക്കാം. ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ അത് പത്തനംതിട്ടയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത് പ്രതിഫലിച്ചിട്ടുണ്ട്, ഏറി വന്നാൽ തൃശ്ശൂരിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതിനപ്പുറം 17 മണ്ഡലങ്ങളിലും ശബരിമല വലിയ ഫാക്ടറായി തീർന്നിട്ടുണ്ടാകുമോ എന്ന ചോദ്യം കൂടി അവശേഷിക്കുന്നു. അരുൺ, എനിക്ക് താങ്കൾ സമയം തന്നാൽ ഞാൻ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാം. അതിലൊന്ന് ഞാൻ പറയട്ടെ, ഇന്ന് തന്നെ കണ്ടില്ലേ കമ്മ്യൂണിസ്റ്റ് ദൈവങ്ങളുടെ മുഖപ്രസാദം നഷ്ടപ്പെട്ടതിൻ്റെ ലക്ഷണം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ കണ്ടു. അവരുടെ ഭൂതഗണങ്ങൾക്ക് അന്നവും ചോറും നഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ വെപ്രാളമാണ്. അതാണ് കാണുന്നത്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചർച്ചയിൽ വന്നിട്ടുള്ള നൌഷാദിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അതവിടെ കിടക്കട്ടെ. ഏറ്റവും വളരെ പ്രധാനപ്പെട്ട വിഷയം 20 നിയോജകമണ്ഡലങ്ങളിലും ശബരിമല ഒരു വിഷയമാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടാവാറുള്ളത് ഒരു ന്യൂനപക്ഷ കൺസോൾട്ടേഷനാണ്. ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രാവശ്യവും അത് നന്നായി ഉണ്ടായിട്ടുണ്ട്. ആ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഏതൊക്കെ തരത്തിലാണ് ആർക്കൊക്കെയാണ് പോയിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഒരു ഭൂരിപക്ഷ കൺസോൾട്ടേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടേയില്ല സമീപകാലത്തൊന്നും. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരാവാതെ, കലാപമില്ലാതെ, യാതൊരുവിധ സ്പർദ്ധയുമില്ലാതെ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഒരു നിശബ്ദ വിപ്ലവം, ഒരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു നിശബ്ദ വിപ്ലവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ വിപ്ലവം BJPക്ക് അനുകൂലമാണ്. ഷുക്കൂർ പറയുന്നത് പോലെ മണ്ടന്മാരല്ല കേരളത്തിലെ ആളുകൾ. രാജഗോപാൽ നിയമസഭയിൽ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ തൊടാതെ അത് മാറി നിന്നവർ ഇവിടുത്തെ പ്രതിപക്ഷമാണ്, ഭരണപക്ഷമാണ്. ഇവിടെ വിശ്വാസികളുടെ പേര് പറഞ്ഞ് AC മുറിയിൽ ഇരുന്നതും ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. ഇതൊരു പോസ്റ്റ് പോൾ ചർച്ചയായതുകൊണ്ട് ഞാൻ അതിലേക്ക് പഴയ കാലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രാഹുൽ ഫാക്ടർ കേരളത്തിലെ ന്യൂനപക്ഷ കൺസോൾട്ടേഷന് ഒരു താരതമ്യേന രാഹുൽ ഫാക്ടർ ന്യൂനപക്ഷ കൺസോൾട്ടേഷന് ഒരു പ്രേരണയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വയനാട്ടിൽ 80% ഉള്ളൂ. വയനാടിനേക്കാൾ കൂടുതൽ കണ്ണൂരിലുണ്ട്, വയനാടിനേക്കാൾ കൂടുതൽ സമീപ ജില്ലകളിലുണ്ട്. ഷുക്കൂർ ഒന്ന് ഇടപെടാൻ വേണ്ടിയിട്ട് കൈ ഉയർത്തിയിട്ടുണ്ട്. ശ്രീ ഷുക്കൂർ, പെട്ടെന്ന് അങ്ങയുടെ വിയോജിപ്പ് രേഖപ്പെടുത്താം. അല്ല, ഗോപാലകൃഷ്ണൻ പറയുന്നത് യാഥാർത്ഥ്യമല്ല. ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, ഭൂരിപക്ഷ വിശ്വാസികളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നു. അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ പറഞ്ഞ വിശ്വാസികളോടൊപ്പം നിൽക്കാത്ത നിലപാടിനോട് എതിർപ്പുണ്ട്. അത് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അത് ഹൈന്ദവ വിശ്വാസികളുടെ പേരാണെന്ന് പറഞ്ഞിട്ട് AC മുറിയിൽ ഇരുന്നല്ലോ. ഞാനൊന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞ നിങ്ങളുടെ സമയത്ത് പറഞ്ഞോളൂ. ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഭൂരിപക്ഷ ഹൈന്ദവ വിശ്വാസികളുടെ കൺസോൾട്ടേഷൻ കൂടെ ഉണ്ടാകുകയാണ്. UDFന് അനുകൂലമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട്? ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് ഈ വിധി സംബന്ധിച്ച് BJP എടുത്തിട്ടില്ല. BJPയുടെ കേന്ദ്ര നേതൃത്വം അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കാമായിരുന്നു, ചെയ്തില്ല. ഇത് തന്നെ പിണറായിയും ചെയ്തില്ല. ഇവരെ 2 പേരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് വിശ്വാസ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുള്ളത്. 2, ഇത് മാത്രമാണോ? രാഹുൽ ഗാന്ധിയുടെ ഫാക്ടർ ഞാൻ വരാം, പിന്നാലെ വരാം. അതുമാത്രമാണോ? മതേതര ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസം. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ ന്യൂനപക്ഷങ്ങളുടെ ആളായി കാണണ്ട. അദ്ദേഹത്തിന്റെ ഇടക്ക് CPM പറഞ്ഞു, പൂണൂലിട്ട ബ്രാഹ്മണനാണ് ഗുജറാത്തിൽ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു രാഹുൽ ഗാന്ധിയെ കണ്ടല്ലോ.
രാഹുൽ ഗാന്ധി ബലിയർപ്പണം നടത്താൻ ശ്രീ ഷുക്കൂർ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നെങ്കിലും ഏറനാട്ടും നിലമ്പൂരും വണ്ടൂരും കാര്യമായ ചലനം ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് കണക്കുകൾ തന്നെ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ PP സുനീറിനെ നേരിടാൻ വേണ്ടി എന്തിനാണ് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത്? അങ്ങ് കർണാടകയിൽ മത്സരിച്ചുകൂടായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് മറുപടി ഇനിയും കൃത്യമായ വിശ്വാസത്തിൽ നൽകിയിട്ടില്ല. സ്നേഹപാലനൊക്കെ കാൽപ്പനികമായി പറയുന്നുണ്ട് ഷുക്കൂർ. ഇല്ല, മറുപടി ഇതാ മറുപടി. കോൺഗ്രസ് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാകാൻ കേവല ഭൂരിപക്ഷം ആർക്കും കിട്ടുമെന്ന് തോന്നുന്നില്ല. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാകാൻ നിങ്ങൾക്ക് 100 അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ 20 സീറ്റുകളിൽ 16 സീറ്റ്. ഞാനൊന്ന് പറയട്ടെ, വളരെ മോശമാണിത്. 16 സീറ്റുകളിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ മുന്നേറ്റമാണ്. അതിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത്. അതോടൊപ്പം തൊട്ടടുത്ത സംസ്ഥാനം കർണാടക, ആ കർണാടകയിലും ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. നൗഷാദ്, വളരെ പെട്ടെന്ന് ശ്രീ ഷുക്കൂറിന് ഒരു മറുപടി കൂടി വേണം. 16 സീറ്റുകളാണ് ഷുക്കൂർ എങ്കിലും കണക്കാക്കുന്നത്. രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം 12-ൽ താഴെ ഏത് സീറ്റ് വിജയിച്ചാലും അത് UDF മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും ദേശീയ തലത്തിൽ ഒരു തിരിച്ചടിയുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് എത്തുകയും ചെയ്യും. നിലവിലുള്ള ഘട്ടത്തിൽ കഴിഞ്ഞ തവണത്തെ 12-ലേക്ക് താഴെ പോകാനുള്ള സാധ്യത. ഷുക്കൂർ, ഞാൻ വരാം. നൗഷാദ്, മറുപടി. അല്ല, ഇവിടെ രാഹുൽ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ സ്വന്തം മണ്ഡലമായ അമേഠിയിൽ അവിടെ അതിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലം പോലും ജയിപ്പിക്കാൻ ശേഷിയില്ലാത്ത ഒരാള് ഒരിടത്ത് വന്ന് മത്സരിക്കുക. ഇവിടെ രാഹുലിന്റെ മത്സരം നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്നവർ എപ്പോഴും മതേതരത്വത്തോടൊപ്പമേ നിൽക്കൂ. വർഗീയവാദികൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുക. ആ വർഗീയമായ നിലപാട് ഇപ്പം വയനാട് മണ്ഡലത്തിൽ തന്നെ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ ആയാലും ഇടതുപക്ഷത്തിൻ്റെ ആയാലും ജയിച്ചു വരുന്ന MP BJPക്കെതിരായി വർഗീയവാദികൾക്കെതിരായ നിലപാടാണ് സ്വീകരിക്കുക. അവിടെ ആ ഒരു സീറ്റ് യഥാർത്ഥത്തിൽ അതിനെതിരായിട്ടുള്ള വർഗീയവാദികൾക്കെതിരായ നിലപാട് ആര് ജയിച്ചാലും സ്വീകരിക്കുന്ന ഒരു സീറ്റിൽ വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ, അവിടെ ജയിക്കുക എന്ന് പറഞ്ഞാൽ നിലവിൽ മോദി വിരുദ്ധമായ തരംഗമാണ് 2019 ഈ വലിയ പോളിംഗ് പെർസെന്റേജിന് പിന്നിലുള്ളതെങ്കിൽ സ്വാഭാവികമായും ഒരു വോട്ടർ കരുതിയിട്ടുണ്ടാവുക. എന്തായാലും കേരളത്തിൽ മത്സരിക്കുന്ന ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാനത്തിലും കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയാത്ത CPM-ന്റെ കാൻഡിഡേറ്റിനോ CPI കാൻഡിഡേറ്റിനോ വോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അത് കോൺഗ്രസിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയ്ക്കുള്ള എനിക്കൊരു വോട്ടിരിക്കട്ടെ എന്ത് കരുതി വോട്ട് സമർപ്പിച്ചതാവാനുള്ള തരംഗവും അതും സാധ്യതയാണല്ലോ. ഈ സാധ്യത ഇവിടുന്ന് ഇടതുപക്ഷം ജയിച്ചു പോയാലും കാല് മാറ്റിക്കാൻ കഴിയാത്ത ഈ വർഗീയവാദികൾക്കെതിരായി മതേതരത്വ മുന്നണിയോടൊപ്പം ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അത് നന്നായിട്ട് അറിയാം. അതിന്റെ പ്രതികരണമാണ്. അതുകൊണ്ട് തന്നെ കാരണം ഇവിടെ അതായത് ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും രാജ്യദ്രോഹപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സൈനികരുടെ പുൽവാമയുടെ തെളിവ് ചോദിച്ച രാജ്യദ്രോഹികളാണ് കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ട് രാജ്യദ്രോഹികളുടെ കൂടെ നിൽക്കുന്ന കോൺഗ്രസും രാജ്യദ്രോഹികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരാണ് കേരളത്തിലെ ജനങ്ങൾ. അവർ മണ്ടന്മാരല്ല. ഞാനൊരൊറ്റ കാര്യം പറയാം. 2014 BJPക്ക് കിട്ടിയത് മോദി തരംഗത്തിൻ്റെ ഭാഗമാണ്. കാരണം അന്ന് ശബരിമലയില്ല. അന്ന് ഗുജറാത്ത് മോഡൽ മുന്നിൽ വെച്ചുകൊണ്ടും നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വോട്ട് പിടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മോദി ഫാക്ടർ എതിരാണെങ്കിൽ 2014 കിട്ടുന്ന വോട്ടിനേക്കാൾ കുറയണം. നമുക്ക് റിസൾട്ട് വരാം. ഞാനിവിടെ വെച്ച് ബെറ്റടിക്കുന്നു 2004-നേക്കാൾ ഇരട്ടിയാണോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പം മാത്രമേ മോദിയെ പറയാൻ പറ്റൂ. രാജ്യദ്രോഹികളായ കമ്മ്യൂണിസ്റ്റുകൾക്കും രാജ്യദ്രോഹികളുടെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനും കുംഭകോണം നടത്തുന്ന കോൺഗ്രസിനും എതിരായിട്ടുള്ള ഒരു വിധിയും, ഒപ്പം ശബരിമലയിൽ വിശ്വാസികളെ വഞ്ചിച്ച കോൺഗ്രസും വിശ്വാസികളെ തകർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായിട്ടുള്ള വിധിയാണ്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചു നിർത്താം. എന്തേ കനകദുർഗ വന്നില്ല? എന്തേ നവോത്ഥാനം കൊണ്ടുവന്നില്ല? ഇതൊന്നും ചർച്ചയായില്ലല്ലോ. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ആയിരുന്നു കഴിഞ്ഞ 7 ദിവസമായിട്ട് ചാനലുകളിൽ നിങ്ങളടക്കം 24 അടക്കം ചർച്ച ചെയ്തത് ശബരിമലയാണ്. ഇതാണ് വോട്ടർമാരെ സ്വാധീനിച്ചത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് കേരളത്തിൽ വോട്ട് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് അത് തീർച്ചയായിട്ടും ശ്രീ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സ്ത്രീ വോട്ടർമാരാണ് എണ്ണത്തിലും കൂടുതലുള്ളത്. അത് ശബരിമല കൊണ്ടാണ് എന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കാറായിട്ടില്ല. ഇനിയും മൊത്തം വോട്ടർമാരിൽ കൂടുതലും സ്ത്രീകളാണ്. അവർ വോട്ട് ചെയ്യാൻ പോയി എന്നേ ഉള്ളൂ. അതെ, സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ സ്ത്രീ വോട്ടർമാർക്ക് നരേന്ദ്രമോദിയോട് ഒരു വിരോധവുമില്ല. കാരണം സ്ത്രീ വോട്ടർമാരെ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് പാചകവാതക കണക്ഷൻ ഫ്രീ കൊടുക്കുക ചെയ്തത്. എത്രയോ കോടിക്കണക്കിന്, ഇവിടെ ലക്ഷക്കണക്കിന് കേരളത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ, അംഗൻവാടി, ആശാ വർക്കേഴ്സ്, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി പലതും ചെയ്തത്. സ്ത്രീകൾക്ക് സാർ ഞാനൊന്ന് തീർത്തോട്ടെ, അതിനിടയിൽ സംസാരിക്കല്ലേ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഒരിക്കലും നരേന്ദ്രമോദിയോടോ മോദി ഭരണത്തോടോ വിയോജിപ്പില്ല. സ്ത്രീകൾ മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും ATVന് മുന്നിൽ ക്യൂ നിന്നതും സ്ത്രീകളാണ്. ഈ ഗ്യാസിന്റെ വില വർദ്ധിച്ചപ്പോൾ ബുദ്ധിമുട്ടേറിയതും സ്ത്രീകളാണ്. ഡീസൽ വില വർധനവ് വരുന്ന സമയത്ത് അതിനും ബുദ്ധിമുട്ടിയത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് പറയാൻ. അതെ, പക്ഷെ അതേ സമയത്ത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുണ്ട്. ഈവൻ കേരളത്തിൽ വളരെ വളരെ അടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ്. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ സംസാരിക്കല്ലേ സാർ? നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ നിർത്തിയത്. സഹകരിച്ചു പോകാം. വളരെ പെട്ടെന്ന് നോട്ട് നിരോധനത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നല്ലോ, വളരെ പെട്ടെന്ന് നടന്ന തെരഞ്ഞെടുപ്പായിരുന്നല്ലോ ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് എന്താ അതിനകത്ത് വലിയ ദോഷം സംഭവിച്ചത്? BDJS വിട്ടുപോയിട്ട് പോലും ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള ദോഷം സംഭവിച്ചോ? നിങ്ങൾ വേണേ നോക്കിക്കോളൂ. പക്ഷേ CPM ഞാൻ പറഞ്ഞുതരാം, അത് പറഞ്ഞുതരാം. അത് പറയാം. അവിടെ നേട്ടമുണ്ടാക്കിയത് ഓർത്തഡോക്സ് സഭയെ പറ്റിച്ചിട്ടാണ്. ഓർത്തഡോക്സ് സഭയോട് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഓർത്തഡോക്സ് സഭ പറഞ്ഞത് ഞങ്ങൾ ഇപ്രാവശ്യം വീണ കോട്ട് ചെയ്യില്ല. കാരണം എന്താ? ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾക്ക് പള്ളി തുറന്നു തരാമെന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ എന്ന ഒരാൾ മുഖ്യമന്ത്രിയാണെങ്കിൽ പള്ളി തുറന്നു തരാമെന്ന് പറ്റിച്ചുകൊണ്ടാണ് അവരെ നിന്ന് മുഴുവൻ വോട്ട് മേടിച്ചത്. ഞാൻ അവിടെ പോയി വർക്ക് ചെയ്ത ആളാണ്. ഓർത്തഡോക്സ് സഭയിലെ ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് നേടിയിട്ടാണ് അവിടെ വിജയിച്ചത്. ആ ന്യൂനപക്ഷ വിഭാഗം കാലിനടിയിലെ മണ്ണ് BJP തളയ്ക്കാൻ ശ്രമിച്ചപ്പോ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോയത് ഇടതുപക്ഷം അറിഞ്ഞിട്ടില്ല. അല്ല അരുൺ, ഈ ഗ്യാസിന്റെ കണക്ഷൻ ഫ്രീ കൊടുത്തു എന്ന് പറയുന്നു. ഈ ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് കൊള്ള നടത്തുകയായിരുന്നു നരേന്ദ്രമോദി. അതായത് 3 രൂപ 6 പൈസ നികുതി വാങ്ങിയിരുന്ന 2014 വ്യത്യസ്തമായി 21 രൂപയാണ് നികുതി ഒരു ലിറ്റർ പെട്രോളിന്. ഞാനൊന്ന് പറയുന്നു, സാധ്യതയോടുകൂടി ഇടപെടുന്ന ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇടപെടാം. ഞങ്ങൾ ആരും ഇടപെട്ടില്ലല്ലോ. വിലയുണ്ടായിരുന്ന സന്ദർഭത്തിലെ $140 വിലയുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ക്രൂഡ് ഓയിലിന്റെ വിലയാണോ ഇന്ന്? അന്നത്തെ വിലയാണോ? നിലവിൽ ഈ ഡീസൽ വില, എണ്ണ വില പക്ഷെ ഒരു തരംഗമാകാനുള്ള സാധ്യത ഈ എണ്ണ വില വർധനവിനുണ്ടോ ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. അത് ഗ്യാസ് വിലയാണെങ്കിലാവട്ടെ, ഡീസലിന്റെ വില വർധനമാവട്ടെ, നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനമാവട്ടെ. PC തോമസ്, അങ്ങനെയാണെങ്കിൽ ഈ സ്ത്രീകൾ കൂടുതലായി വോട്ട് ചെയ്തു എന്നുള്ളത് ശബരിമല മാത്രം ഒരു ഫാക്ടർ ആകാൻ സാധ്യതയില്ല. വിലവർദ്ധനം അടക്കമുള്ള വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് ചോയ്സ് ഉണ്ട്. സ്ത്രീകളെ വെറും വിശ്വാസ പ്രമാണങ്ങളായോ വിശ്വാസി വോട്ടർമാരോ മാത്രമായി കണക്ക് കൂട്ടാനും പാടില്ലല്ലോ. CPC ഗ്യാസ് കണക്ഷൻ കൊടുത്തത് മാത്രമൊന്നുമല്ലല്ലോ, ഒരുപാട് ജനകീയ കാര്യങ്ങളിൽ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് ഇടപെട്ടു. 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ഫ്രീ അല്ലേ? ഒരു തുകയും മുടക്കാതെ 5 ലക്ഷം രൂപ ചികിത്സയ്ക്കായിട്ട് കിട്ടുന്നത് ചെറിയ കാര്യമാണോ? കൃഷിക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നില്ലേ? അത് ചെറിയ കാര്യമല്ല. അങ്ങനെ എത്രയോ കാര്യങ്ങൾ 200 ചിലവാനും പദ്ധതികളുണ്ട്. അപ്പോൾ ഒരുപാട് പദ്ധതികൾ. ഇതിനെവിടുന്ന് പണം വന്നു? ഇതിന്റെ പണം വന്നത് എവിടുന്നാ? ഇതിന്റെ പണം വന്നത് ബാങ്കിലേക്ക്, അക്കൗണ്ടിലേക്ക് പണം വന്നു. അക്കൗണ്ട് മണി വന്നു. ഇതൊരു വലിയ കാര്യം, ഒരു വലിയ മാറ്റമാണ്. രാജ്യത്ത് ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്ത പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ട് ഉള്ള വലിയ ക്യൂ ആണ് നമ്മൾ കണ്ടത്. റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. റിസൾട്ട് വരുമ്പോൾ വലിയൊരു മാറ്റം ഇവിടെ കാണും.
അല്ല പി സി തോമസ്, ഈ സോഷ്യൽ സെക്യൂരിറ്റി മെഷർ അഥവാ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ ഇടത് സർക്കാരും ഒട്ടും മോശമല്ലല്ലോ. അവരും കൊടുത്തു കർഷകർക്ക്, അവരും കൊടുത്തു പെൻഷൻ, അവരും കൊടുത്തു ഓൾഡ് ഏജ് ഹോം അടക്കമുള്ള പദ്ധതികൾ, ഈ വിദ്യാഭ്യാസം അടക്കമുള്ള പദ്ധതികൾക്കും സർക്കാർ, അംഗൻവാടി അടക്കമുള്ള പദ്ധതികൾക്കും സർക്കാർ കൊടുത്തു. കേന്ദ്ര സർക്കാർ കൊടുത്തതിലും 10 മടങ്ങ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ കൊടുത്തത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരല്ലേ? അങ്ങനെയാണെങ്കിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്ന സ്ത്രീകൾ ആദ്യം ഓർമ്മിക്കുന്നത് പിണറായി വിജയനെ ആയിരിക്കുമോ നരേന്ദ്രമോദി ആയിരിക്കുമോ? ഇല്ല, അവരുടെ പ്രഖ്യാപനങ്ങൾ പിണറായി വിജയന്റെ മുഖം വരുമ്പോ ശബരിമലയാ വരിക, പെൻഷൻ അല്ല വരിക. 10,000 രൂപ വെച്ച് ഓരോരുത്തർക്കും കനകദുർഗയാ വരിക. ഇല്ല, 10,000 രൂപ വെച്ച് ഫ്ലഡ് കയറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക ദുരിത ആശ്വാസമായിട്ട് എല്ലാവർക്കും കൊടുക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് പേർക്ക് കൊടുത്തിട്ടില്ല. ഒരുപാട് പേർ പ്രഖ്യാപനങ്ങൾ കിടക്കുക. പ്രളയവുമായി ബന്ധപ്പെട്ട ഈ സർക്കാരിനെതിരെ പരാതികൾ നിലവിലിരു. ശരിയാണ്, വീടുമായി ബന്ധപ്പെട്ട 4 ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യത്തിൽ ഇനിയും ചില തീർപ്പുകളുണ്ട്. പക്ഷേ 10,000 രൂപ കൊടുക്കുന്ന കാര്യത്തിൽ അത്ര വലിയ വീഴ്ച വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നൗഷാദ് വളരെ പെട്ടെന്ന് വരികയാണ്. ഇപ്പോൾ വി ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, നിങ്ങൾ നടപ്പിലാക്കിയ എല്ലാ സാമൂഹിക ക്ഷേമ പദ്ധതികളെയും അട്ടിമറിക്കത്തക്ക രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു ശബരിമലയിൽ ഈ സർക്കാർ എടുത്ത തീരുമാനം. അതുകൊണ്ട് ഒരു ശരാശരി വിശ്വാസിയായ വനിതാ വോട്ടർ പോകുന്ന സമയത്ത് പിണറായി വിജയന്റെ മുഖമാണ് മനസ്സിൽ വരുന്നതെങ്കിൽ അതിനോടൊപ്പം അടുത്ത ഫ്രെയിമിൽ വരുന്നത് കനകദുർഗയുടെ ഫോട്ടോ ആയിരിക്കും. അങ്ങനെ വന്നാൽ ആ വോട്ട് സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്ന BJPയുടെ കരുതലിൽ തെറ്റു പറയാൻ കഴിയുമോ? അല്ല, BJPയുടെ സ്വപ്നങ്ങളാണ് അവർ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഇപ്പോ താമര വിരിയിച്ചത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിച്ചത് കോൺഗ്രസിന്റെ പൂർണ്ണമായ സഹകരണത്തോടു കൂടിയാണെന്നുള്ളത് കേരളത്തിലെ മുഴുവൻ വോട്ടർമാരും മതേതര വിശ്വാസികളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ വോട്ടർമാരുടെ മനസ്സിൽ ഈ കേരള ഗവൺമെന്റ് വന്നിട്ട് നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, ഈ രാജ്യം നേരിടുന്ന മതേതരത്വത്തിന് നേരിടുന്ന വെല്ലുവിളി, ഈ കോർപ്പറേറ്റുകൾക്ക് കൈയയച്ച് അവരെ സംരക്ഷിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട്, ഇതാണ് വോട്ടർമാരുടെ മുഖത്ത് വരിക. BJPക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചതുർത്ഥിയ. കാരണം ഈ നാട്ടിൽ കലാപമുണ്ടാക്കാൻ പരിശ്രമിച്ച്, ഇവിടെ അസഹിഷ്ണുത ഉണ്ടാക്കാൻ പരിശ്രമിച്ചപ്പോ അതിനെതിരായി ശക്തമായ ഒരു ഭരണാധികാരിയാണെന്ന് എന്നാ പിന്നെ താങ്കൾ പറ. താങ്കൾ ആര് സംസാരിച്ചാൽ താങ്കളത്തിനെ കയറി ഇടപെടുന്നേ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ശല്യപ്പെടുത്തിയിട്ടില്ല നൗഷാദ്, നമുക്ക് പ്രതികരിച്ചോളൂ. അതെ, ആര് പറഞ്ഞാലും ഇടപെടുക, അങ്ങനെ പാടില്ല. അപ്പോ ഈ തരത്തിൽ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനുള്ള ഒരു പിന്തുണ, മതേതര ശക്തികൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്ന, വർഗീയത സൃഷ്ടിക്കുന്നവർക്ക് എതിരായിട്ടുള്ള വിധിയെഴുത്താണ് തീർച്ചയായും. ബാക്കി എറണാകുളത്ത് മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിച്ചത് ഉയർന്ന പോളിംഗ് ശതമാനത്തെ കുറിച്ച് പ്രതികരിക്കാമോ എന്നാണ്. ഒരു വാക്കുപോലും മിണ്ടിയില്ലെന്ന് മാത്രവുമല്ല, മുഖ്യമന്ത്രി മാറി നിൽക്കങ്ങോട്ട് എന്ന് പറഞ്ഞിട്ടാണ് കാറിൽ കയറിപ്പോയതും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം സ്വാഭാവികമായി ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജിനെ കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ പ്രതികരിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. അത് മാധ്യമങ്ങളുടെ അവകാശവുമാണ്. അത് മാധ്യമങ്ങൾ ചോദിച്ച സമയത്താണ് പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞു പോയത്. ഇത് ഇടതുമുന്നണി ക്യാമ്പിൽ ഒരു പരിഭ്രാന്തി ഉയർന്ന പോളിംഗ് പെർസെൻറ്റേജ് സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണോ സൂചിപ്പിക്കുന്നത്? ഒരു തികച്ചും അടിസ്ഥാനരഹിതമായ സ്റ്റേറ്റ്മെന്റ് ആണ് അരുൺ നടത്തിയിട്ടുള്ളത്. അത് ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ധൃതിയിൽ പോകാൻ പോകുമ്പോൾ വഴിയിൽ കയറിയിട്ട് ഈ പത്രക്കാരെ കാണുന്നതിനും മറ്റുമൊക്കെ ഒരു സംവിധാനമുണ്ട്. അത് വഴിയിൽ കയറി ഒരാൾ മാത്രം ഇങ്ങനെ നേരെ വഴിപുടക്കി നിൽക്കുമ്പോൾ മാറി നിൽക്കൂ എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? പണ്ട് നിങ്ങൾ കടക്കൂ പുറത്തെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് കോലാഹലമൊന്നും ജനം മറന്നിട്ടില്ല. നിങ്ങൾ വളരെ ടാർഗറ്റ് ചെയ്ത് അല്ല കടക്കൂ പുറത്ത് എന്റെ മുമ്പിൽ വന്നു നിന്നാൽ മാറി നിൽക്കൂ എന്ന് പറയണ്ടേ? എന്റെ മുമ്പിൽ ഒരാൾ വന്നു നിന്നാൽ മാറി ഇപ്പൊ തന്നെ നമ്മൾ കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ പിണറായി വിജയന്റെ മാർഗതടസ്സം സൃഷ്ടിക്കാനോ അദ്ദേഹത്തിന്റെ യാത്ര മുടക്കാനോ ഒന്നുമല്ല. ഉയർന്ന പോളിംഗ് പെർസെന്റേജ് ഇടതുമുന്നണിക്ക് അനുകൂലമാകുമോ എന്ന ന്യായമായ ഒരു സംശയം ചോദിക്കാൻ വന്നതാണ്. ഉയർന്ന പോളിംഗ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ
ഈ ഗവൺമെന്റിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള മതേതരത്വത്തെ മുറുകെ പിടിക്കുന്ന ഇടതുപക്ഷത്തിനുള്ള അംഗീകാരം തന്നെയാണ് ഈ ഉയർന്ന പോളിംഗ്. പക്ഷേ അത് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയി. അതെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയി ശ്രീ നൗഷാദ്. ഉയർത്തുന്ന അല്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വർത്തമാനം പറയുന്നയാളാണ് മുഖ്യമന്ത്രി എന്ന് ധരിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മറുപടി പറയണ്ടേ മുഖ്യമന്ത്രി? കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി പറയണ്ടേ? അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി പിണറായി വിജയൻ പറഞ്ഞിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് അത് നല്ല വിശ്വാസമാണ്. ശ്രദ്ധ കൊടുക്കേണ്ട സമയത്ത് കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, ലോകത്തിലെ ജനങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടി കാത്തിരുന്ന സമയമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങളോട് ഇന്ന് മാറി നിൽക്കങ്ങോട്ട് എന്ന അസ്വസ്ഥത പ്രകടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ വാചകത്തിൽ തെളിയുന്നത് ഉയർന്ന പോളിംഗ് പെർസെന്റേജ് ഇടതുമുന്നണിക്ക് എതിരായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കുമെന്ന സൂചനയാണോ എന്നുകൂടി അന്വേഷിക്കുന്നു. വേലിയേറ്റം പോലെ ബൂത്തുകളിലേക്ക് വോട്ടർമാർ ഒഴുകിയെത്തിയ ദിവസമായിരുന്നു ഇന്നലെ. എന്തായിരുന്നിരിക്കാം ഈ വോട്ടർമാരുടെ വേലിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നാണ് അന്വേഷിക്കുന്നത് എൻകൗണ്ടർ. ഞാൻ വളരെ പെട്ടെന്ന് ശ്രീ പി സി തോമസിലൂടെ പോകുന്നു. ശ്രീ പി സി തോമസ്, നിലവിൽ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് ക്രോഡീകരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഒരു തരംഗമായി കണക്ക് കൂട്ടുന്നുണ്ട് ഇപ്പോഴും ഇടതുമുന്നണി. തിരുവനന്തപുരത്ത് പോലും അത്തരത്തിലൊരു കണക്കുകൂട്ടൽ ഇപ്പോഴും ഇടതുമുന്നണിക്കുണ്ട്. പ്രത്യേകിച്ച് നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കോവളത്തും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരു ന്യൂനപക്ഷ ഏകീകരണം LDF അനുകൂലമായിട്ടുണ്ട് എന്ന് തന്നെ കഴക്കൂട്ടത്തടക്കമുള്ള പ്രദേശങ്ങളിൽ കരുതുന്നുണ്ട്. കേരളത്തിൽ ഒട്ടുമിക്കവാറും അങ്ങനെ ഒരു സാധ്യത ഇടതുമുന്നണി ഈ ഘട്ടത്തിൽ കണക്ക് കൂട്ടുന്നു. അതിനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല. ഈ ആളുകൂടി ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്. വളരെ വ്യക്തമാണ്. ഇത് കുറച്ച് നാൾ മാത്രം ഭരിച്ചിട്ട് താഴെ പോകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകരുത്. 11 മാസമാണ് ഞാൻ ആദ്യം MP ആയപ്പോൾ അന്ന് VP സിംഗ് ഭരിച്ചത്. അതിനുശേഷം ശ്രീ ചന്ദ്രശേഖർ ഭരിച്ചത് വെറും 3 മാസമാണ്. ഇങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ വന്നാൽ ഭാരതത്തിൽ ദൂരക്കാഴ്ചയോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരൊക്കെ നല്ലവരാണ്, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പറ്റാത്തതിൻ്റെ കാര്യം എന്താ? അതിനുള്ള സമയം ഭരണഘടന അനുവദിക്കുന്ന അനുസരിച്ച് ഉള്ള സമയം കിട്ടിയില്ല. അങ്ങനെയുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടാകണം എന്ന ആഗ്രഹം ജനങ്ങൾക്കില്ല. അതുകൊണ്ടും പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് ചെയ്ത വളരെ ജനകീയമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ വിലയിരുത്തുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു രീതിയാണ്. 1989 സമാനമായ രീതിയിൽ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ താങ്കളായിരുന്നു കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP. ഇത്തവണ ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കോട്ടയത്ത് സ്ഥിതി കുറച്ചുകൂടി സങ്കീർണമായിട്ടുണ്ട്. ശ്രീ KM മാണിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഒരു അനുതാപ തരംഗമുണ്ട്. അതിനെ അതിജീവിക്കാൻ ശ്രീ PC തോമസ് ഈ ഘട്ടത്തിൽ അവസാനത്തെ ഈ രാഷ്ട്രീയ മാറ്റത്തിൽ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സഹതാപ തരംഗം എന്ന് പറഞ്ഞ് ആരെങ്കിലും വോട്ട് പിടിച്ചാൽ അങ്ങനെ ഒരു രീതിയിൽ ജനം വോട്ട് ചെയ്യില്ല. അത് മാണി സാറിനോട് കാണിച്ച ഏറ്റവും വലിയ തെറ്റാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മാണി സാറിൻ്റെ താല്പര്യങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ശൈലി എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ രീതി എന്തായിരുന്നു, അദ്ദേഹം വെച്ച ആശയങ്ങൾ എന്തായിരുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അവ പലതും പാർലമെൻറ്റിലും ഡൽഹിയിലും ഉന്നയിച്ചയാളാണ് ഞാൻ. അവയ്ക്ക് ചിലതിനൊക്കെ മാണി സാറിനെ ഡൽഹിയിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സെമിനാറുകൾ നടത്തിച്ച ആളാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾ വിലയിരുത്തും. അതല്ലാതെ തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. 21 നന്ദി ശ്രീ PC തോമസ്. അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനിൽ കൂടി വളരെ പെട്ടെന്ന് ഞാൻ പോയതിനു ശേഷം ബാക്കി അതിഥികളിലേക്ക് കൂടി വരാം. നമുക്കിനി ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. നിലവിൽ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, കേരളത്തിൽ ഇതൊക്കെ പറയുമ്പോഴും എല്ലാ സർവേകളും പ്രധാനമായിട്ടും മുന്നിലേക്ക് വെച്ച തെറ്റാത്ത ഒരു കണക്കുണ്ട്. ആ കണക്ക് ഇതായിരുന്നു, എല്ലാവരും ഒരേപോലെ പറഞ്ഞത്. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന ചോദ്യത്തിന് 60 മുതൽ 70% വരെ ആളുകളും പിന്തുണച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതായത് നരേന്ദ്രമോദിക്ക് അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ രീതിയിൽ ചെലുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മിക്ക അഭിപ്രായ സർവേകളും പറയുന്നത്. അതിൻ്റെ രീതിശാസ്ത്രം എന്തോ ആയിക്കോട്ടെ, സീറ്റുകളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെങ്കിലും ഈ ചോദ്യത്തിന് ഏകപക്ഷീയമായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി എന്ന ഫിഗറിന് അല്ലെങ്കിൽ ഒരു പ്രതിച്ഛായയ്ക്ക് കേരളത്തിൽ വലിയ രീതിയിൽ വോട്ട് ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ
രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കേരളത്തിൽ ഒരു തരംഗമുണ്ടെങ്കിൽ അത് രാഹുൽ ഫാക്ടറിയായ തരംഗമാണ് എന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? അതിലൊരു തെറ്റുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ സർവേക്ക് വേണ്ടി രംഗത്ത് വരുന്നത് പലപ്പോഴും കുറച്ചൊരു പ്രോ രാഷ്ട്രീയക്കാരാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ചെറിയ പാർട്ടിയാണ്. ഞങ്ങൾ 20 ലോക്സഭയിലും ജയിക്കും എന്ന് പ്രതീക്ഷിക്കാത്തവരാണ്. 1, 2, 3 ആണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതുവരെ ഞങ്ങൾ ലോക്സഭയിൽ ജയിച്ചിട്ടില്ല. അസംബ്ലിയിൽ ഞങ്ങൾ ആകെ ജയിച്ചത് ഒരു സ്ഥലത്താണ്. ഞങ്ങളൊരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനത്തെ ഒരു സർവേ വരാം. പക്ഷേ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത മിസ്റ്റർ അരുൺ താങ്കൾ മനസ്സിലാക്കണം. കേരളം എപ്പോഴും ഒരു നിശബ്ദമായി രാഷ്ട്രീയമില്ലാത്ത ഒരു നിശബ്ദ ശക്തിയാണ് കേരളത്തെ എപ്പോഴും രാഷ്ട്രീയമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 5 കൊല്ലം LDF, 5 കൊല്ലം UDF എന്ന ഒരു ഇക്വേഷൻ വരുന്നത്. അതൊരു നിശബ്ദ ഭൂരിപക്ഷമാണ്. ആ നിശബ്ദ ഭൂരിപക്ഷം സർവേയിൽ വരില്ല. ആ നിശബ്ദ ഭൂരിപക്ഷം എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ നൗഷാദിന് കഴിയില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ദൈവത്തിൻ്റെ മുഖപ്രസാദം ഇന്ന് നഷ്ടപ്പെട്ടത് ഈ മൂക്കിന് താഴെ താമര വിരിയുന്നതിൻ്റെ വിഭ്രാന്തിയാണ്. അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി സുരേന്ദ്രൻ ഈ കറുത്ത വസ്ത്രം ഉപേക്ഷിച്ച് ഒരു താടിയൊക്കെ വടിച്ച് ക്ലീൻ ഷേവായി ഇനി പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടോ ഈ ഘട്ടത്തിൽ? അത് രാഷ്ട്രീയമായിട്ടുള്ള തൻ്റെ ഒരു ഉദ്യമം പൂർത്തീകരിച്ചതിൻ്റെ ഒരു സമാധാനപരമായ ഒരു വേഷത്തിലേക്ക് അദ്ദേഹം മാറാനുള്ള സാധ്യതയുണ്ടോ? അല്ലെ, ഞാൻ ചോദിക്കട്ടെ, നേരത്തെ അരുണിൻ്റെ ഒരു ക്ലീൻ ഷേവ് ഒന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ അരുൺ ക്ലീൻ ഷേവ് ആണെന്ന് തോന്നുന്നു. പക്ഷേ അതല്ല, ശബരിമലയിലേക്ക് പോകാൻ വന്ന സുരേന്ദ്രൻ ക്ലീൻ ഷേവ് ആയിരുന്നു. ശബരിമലയിൽ പോകാൻ വന്ന സുരേന്ദ്രൻ ക്ലീൻ ഷേവ് ആവുകയും പാർലമെന്റിലേക്ക് പോകാൻ വന്ന സുരേന്ദ്രൻ താടിയോടുകൂടി വരികയും ചെയ്തു എന്നതിലാണ് സംശയം. അല്ല എനിക്ക് സംശയം, ഈ 24ലേക്ക് വരാനാണോ അരുൺ ഒരു ചേഞ്ച് വരുത്തിയത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതൊക്കെ ഡിസൈൻ അനുസരിച്ചാണ് നിർഭാഗ്യവശാൽ എന്റെ തല പൊട്ടയടിച്ചത്. നമുക്ക് അതിലേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ പാർലമെന്റിലേക്ക് പോയി പ്രതിനിധീകരിക്കുന്ന, മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സുരേന്ദ്രൻ 5 വർഷം കഴിഞ്ഞ് എന്തായിരിക്കും അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ രാഷ്ട്രീയ താല്പര്യമാണ് സംരക്ഷിക്കുന്നതെങ്കിൽ. അല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തനിക്ക് നല്ലത് താടിയാണ്, താടി ഇല്ലാത്ത സുരേന്ദ്രനേക്കാൾ നല്ലത് താടിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അയാളുടെ ഭാര്യ എന്താ പറയാൻ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഭാര്യ തിരിച്ചു പറഞ്ഞാൽ അയാൾ ഒരുപക്ഷെ വെട്ടുമായിരിക്കും, അതെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് അരുണെ, ഈ കേരളത്തിലൊരു നിശബ്ദ വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നലെ ഉണ്ടായതല്ല. മീശ നോവലിനെതിരെ അന്ന് രാഷ്ട്രീയം ഉണ്ടായിരുന്നല്ലോ. മീശ നോവലിനെതിരെ ഈ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിന് നമുക്ക് 2 മിനിറ്റ് സമയം മാത്രമുള്ളത് കൊണ്ട് ഞാൻ ബാക്കി അതിഥികളിലേക്ക് പോയി അവസാനിപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ വളരെ നന്ദി ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുത്തതിന്. ശ്രീ ഷുക്കൂർ, വളരെ പെട്ടെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ കൂടി മറുപടി കൊടുക്കണം. നമുക്ക് അദ്ദേഹത്തിന് തിരിച്ച് മറുപടി പറയാൻ സമയമില്ല എന്നതുകൂടി ഓർമ്മിപ്പിക്കട്ടെ, വളരെ പെട്ടെന്ന്. അരുൺ ഇവിടെ പറഞ്ഞതാണ് ശരി. രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു വലിയ വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. കാരണം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന് പകരം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യഭരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് കേരളീയ സമൂഹം ആഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടു. അതൊരു വലിയ മുന്നേറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോളിംഗ് ശതമാനം. ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കോഴിക്കോട് പക്ഷേ ആ മുന്നേറ്റം പോളിംഗിന്റെ പെർസെന്റേജിന്റെ വർധനവിൽ കണ്ടിട്ടില്ല. 1% കഷ്ടി 1% മാത്രമാണ് കോഴിക്കോട് വർധനമുണ്ടായിരിക്കുന്നത്. എന്തായാലും കോഴിക്കോടും വർധനവുണ്ടായിട്ടുണ്ട്. വർധനവിന്റെ തോത് കുറഞ്ഞിട്ടുണ്ടാകാം. ഏതായാലും മത ന്യൂനപക്ഷത്തിൽപ്പെട്ടവരായാലും ഭൂരിപക്ഷ മത വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർ ഒരുമിച്ചുള്ള വളരെ പെട്ടെന്ന് മറുപടി പറയാം. ഈ 3 തരംഗങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കാം. അല്ല, തീർച്ചയായും കേന്ദ്രത്തിൽ ഒരു മതേതര ഗവൺമെന്റ് വരണം, അതിൽ ഇടതുപക്ഷത്തിന് പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ള കേരളത്തിന്റെ മനസ്സ് തന്നെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിലുള്ള വർധനവിൽ കാണിച്ചിരിക്കുന്നത്. തികച്ചും നിശബ്ദ വിപ്ലവം നടക്കുന്നു. ഈ സർവേകൾ പലതരത്തിലാണ്. സർവേ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ 5 സീറ്റ് LDF പറഞ്ഞ
പിന്നെ സർവേ വന്നു, മനോരമ നടത്തിയ സർവേ, മാതൃഭൂമി നടത്തിയ സർവേ വന്നപ്പോൾ വേറെ 5 സീറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഈ തരത്തിൽ ഈ സർവേകളുടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ നിശബ്ദരായി അകത്തിരിക്കുന്നവരെ കാണുന്നില്ല എന്നുള്ള വസ്തുത ഞാനും അംഗീകരിക്കുന്നു. പക്ഷേ ഈ നിശബ്ദരായിട്ടുള്ളവർ ഈ ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഈ നാടിന് കലാപഭൂമിയാക്കി മാറ്റാൻ പരിശ്രമിച്ചതിനെ നേരിട്ടതിനുള്ള അംഗീകാരവും ഈ കേന്ദ്രത്തിലെ വർഗീയവാദികൾക്ക് അഴിഞ്ഞാടാനുള്ളൊരു ഗവൺമെന്റ് ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കേരളത്തിന്റെ നന്ദി ശ്രീ നൗഷാദ്, നന്ദി അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, നന്ദി ശ്രീ എ ഷുക്കൂർ, ഒപ്പം ശ്രീ പി സി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്വാഭാവികമായും നമ്മൾ കാത്തിരിക്കുന്നത് പോലെ തന്നെ 23-ാം തീയതി ഈ വോട്ടിംഗ് മെഷീനിൽ നിന്ന് ഈ സർപ്രൈസും തരംഗവും പുറത്തേക്ക് വരുമ്പോൾ ഈ നിശബ്ദരായി ഈ പോളിംഗ് സ്റ്റേഷനിലെത്തിയ 77.68% മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തരംഗമാണോ വേലിയേറ്റമാണോ എന്നുള്ളത് നമുക്ക് ആ ഘട്ടത്തിൽ മനസ്സിലാക്കാം. എൻകൗണ്ടർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.